റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഇന്ത്യൻ യുവാവിനെ തെരുവിൽ വെച്ച് നഗ്നനാക്കി ക്രൂരമായി മർദ്ദിച്ച് ഐറിഷ് യുവാക്കൾ. ഡബ്ലിനടുത്തുള്ള ടാലറ്റിലെ പാർക്ക് ഹിൽ റോഡിൽ വെച്ചാണ് ഒരു കൂട്ടം ഐറിഷ് യുവാക്കൾ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിൽ അയർലൻഡിലേക്ക് കുടിയേറിയ യുവാവിന്റെ കൈകൾക്കും കാലുകൾക്കും മുഖത്തിനും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. എന്നാൽ പോലീസ് ഇത് നിഷേധിച്ചു. ഐറിഷ് യുവാക്കൾ നടത്തിയത് വംശീയ ആക്രമണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര സംഭവത്തെ അപലപിച്ചു. പരിക്കേറ്റയാളോട് ഐറിഷ് ജനത കാണിച്ച പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തെ ജനപ്രതിനിധികൾ പരിക്കേറ്റയാളെ സന്ദർശിച്ചു. പരിക്കേറ്റയാൾ 3 ആഴ്ച മുൻപാണ് അയർലൻഡിൽ എത്തിയതെന്നും സംഭവത്തിന്റെ ഞെട്ടലിലാണ് എന്നും സ്ഥലത്തെ കൌൺസിൽ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു. ടാലറ്റിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. പോലീസ് ജാഗ്രത പാലിക്കണം. അയർലൻഡിലേക്ക് വരുന്ന ധാരാളം ഇന്ത്യക്കാർ വർക്ക് പെർമിറ്റുകളിലാണ് എത്തുന്നത്. ആരോഗ്യ മേഖലയിലോ IT-യിലോ മറ്റു പഠിക്കാനും ജോലി ചെയ്യാനും വരുന്നവരാണവർ, അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണങ്ങൾ കൂടുന്നുണ്ടെന്നും അവർ പ്രശ്നക്കാരാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് പരിശീലനം നേടിയ 5000-ലേറെ നഴ്സുമാരും മിഡ്വൈഫുമാരും കഴിഞ്ഞ വർഷം നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിലിൽ ചേർന്നതായി റിപ്പോർട്ട്. ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഇതിന് സഹായകമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൊഴിലുടമകളിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിനുള്ള തെളിവായി സ്വീകരിക്കുന്ന സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയീസ് പദ്ധതി വഴി ആയിരക്കണക്കിന് വിദേശ നഴ്സുമാരും മിഡ്വൈഫുമാരും രജിസ്റ്റർ ചെയ്തതായി NMC അറിയിച്ചു. നഴ്സുമാർ മാസങ്ങളോളം നടത്തിയ പ്രചാരണത്തിനും വ്യാപകമായി നടത്തിയ കൺസൾട്ടേഷനും ഒടുവിൽ 2023 ഫെബ്രുവരി 8-നായിരുന്നു NMC ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം തെളിയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത്. ഈ മാറ്റം അനുസരിച്ച് ഇംഗ്ലീഷ് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയല്ലാത്ത രാജ്യത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നഴ്സിംഗ് പഠനം നടത്തിയവർ അവരുടെ ബ്രിട്ടനിലെ തൊഴിലുടമയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകിയാൽ അത് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന തെളിവായി സ്വീകരിക്കും. അതിനായി പ്രത്യേക പരീക്ഷ എഴുതേണ്ടതില്ല. മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷയിൽ ചെറിയ വ്യത്യാസത്തിന് പരാജയപ്പെടുന്നവർക്ക് ഭാഷാ പരിജ്ഞാനത്തിനുള്ള അധിക തെളിവായി തൊഴിലുടമയുടെ സാക്ഷ്യപത്രം ഹാജരാക്കാൻ സാധിക്കും. 4 ഭാഷാ പരീക്ഷകൾ അര പോയിന്റിനോ ഗ്രേഡിനോ വിജയിക്കാൻ കഴിയാത്തവർക്കാണ് ഇത് സാധ്യമാവുക. ഇക്കഴിഞ്ഞ ജൂലൈ 17-ന് NMC പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ കൌൺസിൽ പേപ്പറിൽ പറയുന്നത് 2024 ഏപ്രിലിനും 2025 മാർച്ചിനുമിടയിലായി 5316 വിദേശ നഴ്സുമാരും മിഡ്വൈഫുമാരും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്നതിനായി SIFE ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇക്കാലയളവിൽ NMC രജിസ്റ്റർ ചെയ്ത മൊത്തം വിദേശ നഴ്സുമാരുടെ 25.7% വരും ഇത്. 2023 ഫെബ്രുവരി മുതൽ 2024 മാർച്ച് വരെയുള്ള കാലത്ത് 2706 പേരാണ് SIFE നൽകിയത്. 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയുള്ള കാലത്ത് 5196 നഴ്സുമാരും 101 മിഡ്വൈഫുമാരും 19 നഴ്സിംഗ് അസിസ്റ്റന്റുമാരുമാണ് SIFE വഴി രജിസ്ട്രേഷൻ നേടിയതെന്നും NMC രേഖകൾ വ്യക്തമാക്കുന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങളുടെ കാര്യത്തിൽ അധികൃതർ അലംഭാവം കാട്ടുന്നതായി ആരോപണവുമായി പാശ്ചാത്യ മാധ്യമങ്ങൾ. അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെയും മൃതദേഹങ്ങൾ മാറിപ്പോയി എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ശവപ്പെട്ടിയിലുണ്ടായിരുന്നത് തങ്ങളുടെ കുടുംബാംഗത്തിന്റേതല്ല, അജ്ഞാതനായ മറ്റാരുടെയോ ആണ് എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു സംഭവം, അപകടത്തിൽ മരിച്ച 1-ലധികം പേരുടെ ശരീരാവശിഷ്ടങ്ങൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്താണ് ഒരേ ശവപ്പെട്ടിയിൽ വെച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു. കഴിഞ്ഞയാഴ്ച സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവ നീക്കം ചെയ്യേണ്ടി വന്നതായിട്ടാണ് പലരും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. ഇന്നർ വെസ്റ്റ് ലണ്ടൻ കൊറോണറായ ഡോക്ടർ ഫിയോണ വിൽകോക്സ് കുടുംബങ്ങൾ നൽകിയ സാമ്പിളുകളുമായി DNA താരതമ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഇക്കാര്യങ്ങൾ പുറത്തുവന്നത്. ബ്രിട്ടനിലും ഇന്ത്യയിലും ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. ബ്രിട്ടൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇക്കാര്യത്തിലുള്ള ആശങ്കകൾ അറിയിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുവരെ ഇക്കാര്യത്തിൽ 2 സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സമാനമായ മറ്റ് സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കാൻ ബ്രിട്ടന്റെ തീരുമാനം വന്നിട്ടുണ്ട്. മേഴ്സിസൈഡിലെ ഒരു കത്തോലിക്ക സ്കൂൾ 3 ആഴ്ചക്കാലത്തിനിടയിൽ സസ്പെൻഡ് ചെയ്തത് 200-ലധികം വിദ്യാർത്ഥികളെ. ലിവർപൂളിനടുത്തുള്ള വിസ്റ്റണിലെ സെയിന്റ് എഡ്മണ്ട് ആരോസ്മിത്ത് കത്തോലിക് അക്കാദമിയിലാണ് സംഭവം. സ്കൂളിന്റെ നിലവാരം ഉയർത്തുന്നതിനായി ഏറെ കർക്കശമായ അച്ചടക്ക നടപടികൾ ഇവിടെ പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കൂട്ട സസ്പെൻഷൻ. മൊബൈൽ ഫോൺ അധികൃതർക്ക് കൈമാറാൻ വിസമ്മതിക്കുക, മേക്കപ്പ് ചെയ്യുക, നെയിൽ വാർണിഷ് ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഏറെയും ശിക്ഷണ നടപടികൾ എടുത്തിട്ടുള്ളത്. നിലവിൽ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന റാങ്കിംഗ് ആണ് വിദ്യാഭ്യാസ റെഗുലേറ്ററായ ഓഫ്സ്റ്റഡ് ഈ സ്കൂളിന് നൽകിയിരിക്കുന്നത്. നിലവാരം അതിന് മുകളിൽ കൊണ്ടുവരാനുള്ള നടപടികളുടെ ഭാഗമാണ് കർക്കശ അച്ചടക്ക നിയമങ്ങൾ. എന്നാൽ ശിക്ഷണ നടപടികളുടെ എണ്ണത്തിലുണ്ടായ കുത്തനെയുള്ള വർധനവ് മാതാപിതാക്കളുടെ രോഷം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് സ്കൂൾ അധികൃതരുടേതെന്ന് ആരോപിക്കുന്ന ഇവർ ഇത്തരം ശിക്ഷണ നടപടികൾ കുട്ടികളുടെ മാനസികാരോഗ്യം തകർക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഇനി
നാട്ടിലെ വാർത്തകൾ. ജനങ്ങളുടെ സ്നേഹത്തിനൊപ്പം രാഷ്ട്രീയ എതിരാളികളുടെയും ബഹുമാനം നേടിയിട്ടുള്ള നേതാവാണ് അന്തരിച്ച VS അച്യുതാനന്ദൻ. അതിന് കാരണം അദ്ദേഹം പിന്നിട്ട കനൽ വഴികളും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ ശൈലികളെയും നിലപാടുകളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ ഭൂരിപക്ഷം നേതാക്കളും. രാഷ്ട്രീയത്തിനപ്പുറം VSനെ കേരളം എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് കേരളത്തിലുടനീളം കണ്ടത്. ഹരിപ്പാട് വഴിയരികിൽ കാത്തുനിന്ന അനേകായിരം ജനങ്ങൾക്കൊപ്പം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു അത്. സ്വന്തം നിയോജകമണ്ഡലമായ ഹരിപ്പാടാണ് അദ്ദേഹം മഴയെ അവഗണിച്ച് ഏറെ നേരം വിലാപയാത്രയ്ക്കായി കാത്തുന്നത്. വിലാപയാത്ര എത്തിയപ്പോൾ ബസിനുള്ളിൽ കയറി രമേശ് ചെന്നിത്തല തന്റെ പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. വ്യക്തിപരമായി ഞങ്ങൾ വളരെ അടുപ്പമുള്ളവരാണെന്നും ഹരിപ്പാട് വരുമ്പോൾ VSനെ സ്വീകരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്നുമാണ് അരികിലെത്തിയ മാധ്യമപ്രവർത്തകരോട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. വഴിയരികിൽ സാധാരണക്കാർക്കൊപ്പം കാത്തുനിന്ന രമേശ് ചെന്നിത്തലയുടെ ദൃശ്യങ്ങൾ വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വമ്പൻ കുതിപ്പ്. പവന് 760 രൂപ വർദ്ധിച്ച് 75,040 രൂപയും ഗ്രാമിന് 95 രൂപ ഉയർന്ന് 9,380 രൂപയുമായി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇന്നലെയും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ പവന് 840 രൂപ വർദ്ധിച്ച് 74,280 രൂപയായിരുന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ 1,680 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വർണ്ണം വാങ്ങാൻ കാത്തിരുന്നവരെ നിരാശയിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 23, 24, 25, 26, 27 തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും ജൂലൈ 23 മുതൽ 27 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. പടിഞ്ഞാറുനിന്ന് പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കാൻ സാധ്യത. തുടർന്നുള്ള 24 മണിക്കൂറിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അതിനാലാണ് കേരളത്തിൽ മഴ സാധ്യത സജീവമാകുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡിലെ തന്റെ ഇതിഹാസ പദവി അവസാനിപ്പിച്ചതോടെ ക്ലബിന്റെ പ്രശസ്തമായ നമ്പർ 10 ജേഴ്സി ഇപ്പോൾ പുതിയ ഉടമയെ കാത്തിരിക്കുകയാണ്. സ്പാനിഷ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രഞ്ച് സൂപ്പർ താരം കെയ്ലിയൻ എംബാപ്പെ ഈ നമ്പർ അവകാശപ്പെടാൻ പോകുന്നു. ഇത് ക്ലബിൽ ഒരു പുതിയ യുഗം അടയാളപ്പെടുത്തുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് റയൽ മാഡ്രിഡിൽ ചേരുകയും നിലവിൽ 9ാം നമ്പർ ജേഴ്സി ധരിക്കുകയും ചെയ്ത എംബാപ്പെ ഫ്രഞ്ച് ദേശീയ ടീമിനായി വളരെ കാലമായി 10ാം നമ്പർ ജേഴ്സി ധരിച്ചിട്ടുണ്ട്. മോഡ്രിച്ചിന്റെ വിടവാങ്ങലോടെ ലോക ഫുട്ബോളിലെ ഏറ്റവും ചരിത്രപരമായ ജേഴ്സി നമ്പറുകളിലൊന്ന് സ്വന്തമാക്കാനുള്ള അവസരം 26-കാരന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.03 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.